ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പാണ്. കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫലം വന്ന് 48 മണിക്കൂറിനകം ഞങ്ങൾ പ്രധാനമന്ത്രിയും തീരുമാനിക്കും. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 272 സീറ്റുകളേക്കാൾ കൂടുതൽ ഞങ്ങൾ തന്നെ നേടുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. മനുഷ്യത്വവും സത്യസന്ധതയുമാണ് ഇന്ത്യ സഖ്യത്തെ വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ വിജയിക്കും. ഇത് കുറച്ച് കൂടിപ്പോയോ? എന്ത് കൂടുതല്? നമ്മൾ തന്നെ ജയിക്കും, അതിലൊരു സംശയവും ഇല്ല. പിന്നെന്നാ? അതൊന്നുമല്ല, എന്നാലും ഒരിച്ചിരി ആവേശം കൂടിയതുപോലെ, ഇച്ചിരി ഒരുമാതിരി ഉണ്ടല്ലോ. ഒരിച്ചിരി ഓവർ കോൺഫിഡൻസ്. ഇല്ല, നിങ്ങൾ തന്ന ആവേശത്തിന്റെ പുറത്തല്ലേ ഞാൻ ഈ കയറി സംസാരിച്ചോക്കെ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാവോ? എനിക്കൊരു ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കൂടിയ പോലല്ലേ എന്നൊരു ഡൗട്ട്. അതൊന്നുമില്ല, നമ്മൾ തന്നെ ജയിക്കും. എടോ, അവര് ചെയ്തു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ തന്നെയാണ് ജയിക്കേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ ജയിക്കുകയും ചെയ്യും. ആ 272 എന്നുള്ള മാജിക് നമ്പർ, നമ്മൾ അത് ക്രോസ് ചെയ്ത് ജയിക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യം. പറ്റിയാ മതിയായിരുന്നു, സംശയമൊക്കെ ശരിയായാ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ നടന്ന നടപ്പൊക്കെ വെറുതെ ആകും. പുറമെ ഇത്രയും ധൈര്യമൊക്കെ കാണിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ കയറിയിരുന്ന് ഡാർക്ക് അടിക്കാതെ വെറുതെ ആ ഫലം ഒന്നിങ്ങ് വന്നോട്ടെ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടേ ആ ഇന്ത്യയിലുള്ള കുറച്ചു പേരും കൂടി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ സേഫ് അല്ലേ? അതൊക്കെ ശരിയാണ്. അതാണ് ആകെയുള്ള ഒരു ആശ്വാസം. അല്ല, അവരുൾപ്പെടുത്തണോ വേണോ? അതൊരു ശരിയാണല്ലേ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. നമുക്ക് ഹൈക്കമാൻഡിലിട്ട് ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം. എന്നാലും ആശ്വസിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. നമ്മളെ ജയിക്കത്തുള്ളൂ. അത് ശരിയാ. നിതീഷൊക്കെ ചാട്ടത്തിന്റെ മെയിൻ ആളാണ്. ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല. നമ്മൾ ഇരിക്കാൻ ഇടം കൊടുത്തിട്ട് ലാസ്റ്റ് ഇരിപ്പിടല്ലാതായി പോകരുതല്ലോ. അതുകൊണ്ട് ഒന്നുകൂടെ ശരിക്കും ആലോചിക്കണം. പിന്നെ ചന്ദ്രനായിഡു ഒക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് ശരിയാ. നമ്മൾ ഒരിടത്തുനിന്ന് ആത്മവിശ്വാസത്തോടെ ഓരോന്നൊക്കെ പൊക്കിക്കൊണ്ടുവരുമ്പോ അങ്ങേരത് ധ്യാനത്തിലിരിക്കാൻ പോയേക്കുമല്ലേ. അല്ല, ഇതിന് മാത്രം വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങേർക്ക്? എനിക്കറിയാൻ മേലെ എന്നതൊക്കെയായി കാണിച്ചു കൂട്ടുന്നേന്ന്. നീ വല്ല മന്ത്രവാദവും ആയിരിക്കുവോ? അല്ല, ഈ ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ട് ജയിക്കാൻ മാത്രം ആയിരിക്കൂ? കഴിഞ്ഞ തവണയും പോയായിരുന്നല്ലേ ഇങ്ങനെ ഒരു ധ്യാനത്തിലിരിക്കാനൊക്കെ. ഇതിനൊക്കെ പിന്നിൽ എന്നാന്ന് ആർക്കറിയാം? അല്ല, ഇനിയിപ്പോ മന്ത്രവാദം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജയിക്കാനൊന്നും പോണില്ല എന്നറിയായിരിക്കും, അതുകൊണ്ട് പോയതായിരിക്കും. അത് ശരിയാ. അതിന് മാത്രമുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഓരോന്ന് ചെയ്ത് കൂട്ടിയേക്കുന്നതൊക്കെ. അപ്പൊ പിന്നെന്തായാലും ജയിക്കാനൊന്നും പോകത്തില്ല. അല്ല, ധ്യാനം ഇരിക്കാൻ പോട്ടെ, ഇനി അങ്ങോട്ട് ഇരുന്ന് ശീലിക്കാനുള്ളതാണല്ലോ. അങ്ങേരിങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടിയതുകൊണ്ടാണല്ലോ നമുക്ക് ജയിക്കാനുള്ള സാധ്യതയും കൂടിയത്. അത് ശരിയാ. തോൽവി എന്ന വാക്കേ നമ്മളെ നിഘണ്ടുവിലില്ല. അതെ, നമ്മളെ ജയിക്കൂ. നമ്മൾ തന്നെ ജയിക്കും, പിന്നല്ല.